വി.ഡി. സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ MBA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജ് ഇരിക്കുന്നത് എവിടെയാണ്? കുഗ്രാമങ്ങളിലാണ് ഇരിക്കുന്നത്. അവിടെ ആവശ്യത്തിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല, ആവശ്യത്തിന് ലാബ് ഫെസിലിറ്റി ഇല്ല. നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വേണ്ടത്ര ഫാക്കൽറ്റി ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്? ബിടെക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്? നമ്മുടെ ടെക്നോ പാർക്കിലേക്കും ഇൻഫോ പാർക്കിലേക്കും ചെല്ലൂ. എത്ര ശതമാനം മലയാളികളോട് ജോലി ചെയ്യുന്നുണ്ട്? ഒരു 30-40% താഴെ മാത്രമാണ് മലയാളികൾ ജോലി ചെയ്യുന്നത്. ബാക്കിയെല്ലാം അന്യസംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. ഇവിടെ ഗൂഗിളിനകത്തിരുന്നു കൊണ്ട് സെർച്ച് ചെയ്യുന്ന കുറെ പ്രൊഫസർമാരും കുറെ ഉപദേശകരും ഇദ്ദേഹത്തിനുണ്ട്. അവരെ എടുത്തുണ്ടല്ലോ അറബിക്കടലിൽ എറിയണം. KM ഷാജിയുടെ പദം എടുത്ത് പറയുകയാണ്. അശ്വതി നമസ്കാരം. നമസ്കാരം. അശ്വതി, ഇന്നലത്തെ വി.ഡി. സതീശൻ ബഡ്ജറ്റ് പ്രസംഗത്തിന് ശേഷം നടത്തിയ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു. ആ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിടെക് കഴിഞ്ഞ പിള്ളേർക്കൊക്കെ ഇവിടെ ജോലിയുണ്ടോ, അവരൊക്കെ ഇതിലൂടെ റൂട്ടിൽ കൂടെ വെറുതെ നടക്കുമല്ലേ എന്നൊക്കെയുള്ള രീതിയിലൊരു പത്രസമ്മേളനം നടത്തിയിരുന്നു. കണ്ടിരുന്നത്? കണ്ടായിരുന്നു. എന്ത് തോന്നുന്നു? ബിടെക് പഠിച്ച് ഇവിടെ കേരള പൊതുസ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ അവരെന്തായിരിക്കും വിചാരിക്കുന്നുണ്ടാകുക? കേരളത്തിൽ ഏകദേശം 100ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുണ്ട്. ഈ 100ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനകത്ത് ലാഭത്തിലൂടുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചൊന്ന് കൃത്യമായി നമ്മളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാര്യങ്ങൾ പഠിക്കാതെ ഏതെങ്കിലുമൊക്കെ മണ്ടന്മാർ എനിക്കൊന്ന് ആ വീഡിയോ ഒന്ന് കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നതായിരിക്കും ഉചിതം. ആ വീഡിയോ ഒന്ന് പ്രേക്ഷകരെ കാണിക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ നമ്മളെ തെറി പറയുന്നതിന് മുമ്പായിട്ട് ദൈവത്തെ ഓർത്ത് ഈ വീഡിയോ ഒന്ന് കാണുക. ഇവിടെ എന്ത് കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? എന്ത് ജോലി കിട്ടിയിട്ടാണ് നിൽക്കുന്നത്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ഇവിടെ എത്ര എഞ്ചിനീയറിംഗ് കോളേജുകളുണ്ട്? ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിന് ജോലി കൊടുക്കാൻ പറ്റിയ എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് ഇവിടെ? ബിടെക് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക്, ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പാസ്സായി വരുന്ന ഒരു കുട്ടിക്ക് ജോലി കൊടുക്കാൻ ഏത് സ്ഥാപനമുണ്ട് ഇവിടെ? വേണ്ടേ? ഈ കുട്ടികൾക്ക് ജോലിയൊന്നും വേണ്ടേ? ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ജോലി വേണ്ടേ? ആ ജോലിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് എന്ന്. കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ധാരണ ഇദ്ദേഹത്തിനുണ്ടോ? ഇൻഫോ പാർക്ക്, കെൽട്രോൺ, ഇങ്ങനെ തുടങ്ങി എത്ര പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇന്ന് മലബാർ മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, മലബാർ സിമെന്റ്സ് ലിമിറ്റഡ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് KEL, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് കേരള ലിമിറ്റഡ്, ടെൽക്ക്, ട്രാക്കോ കേബിൾ കമ്പനി ലിമിറ്റഡ്, യുണൈറ്റഡ് ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്. ഇങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ഇലക്ട്രിക്കൽ എഞ്ചിനീയർമാരെ ആവശ്യമുണ്ട്. അതോടൊപ്പം തന്നെ പിന്നീട് നമ്മൾ ഈ മോട്ടോർ രംഗത്ത് പ്രവർത്തിക്കുന്ന, ഇപ്പം മെക്കാനിക്കൽ എഞ്ചിനീയർമാരുടെ കാര്യം പറഞ്ഞല്ലോ, ഇലക്ട്രോണിക്സ് എഞ്ചിനീയർമാരുടെ കാര്യം പറഞ്ഞല്ലോ, ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന എത്ര പൊതുമേഖലാ സ്ഥാപനമുണ്ട് കേരളത്തിൽ? എത്ര പുതിയത് കൊണ്ടുവരാനല്ല നോക്കേണ്ടത്. ഇപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് ഫ്രഷേഴ്സിനും അവസരം കൊടുക്കുന്നത് വെച്ചാൽ KSEB കൊടുക്കുന്നുണ്ട്, ബെല്ല് കൊടുക്കുന്നുണ്ട്, BSNL കൊടുക്കുന്നുണ്ട്. BSNL കേന്ദ്ര സർക്കാരിൻ്റെയാണ്. NTPC കൊടുക്കുന്നുണ്ട്, NHPC കൊടുക്കുന്നുണ്ട്, NPCIL കൊടുക്കുന്നുണ്ട്, HOCയിലും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയാണ്. ഇങ്ങനെ എത്രയോ കമ്പനികളുണ്ട്. പിന്നെ എഞ്ചിനീയറിംഗ് ആൻഡ് ഇലക്ട്രോണിക്സ് രംഗത്ത് നിൽക്കുന്ന കമ്പനികൾ കേരള ഓട്ടോമൊബൈൽസ് ലിമിറ്റഡ്, ഓട്ടോ കാസ് ലിമിറ്റഡ്, കേരള ആഗ്രോ മെഷീനറി കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള ഇലക്ട്രിക്കൽ ആൻഡ് അലൈഡ് എഞ്ചിനീയറിംഗ് കമ്പനി ലിമിറ്റഡ്, ട്രാൻസ്ഫോമേഴ്സ് ആൻഡ് നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞതാണ്, ടെൽക്കിൻ്റെ കാര്യം പറഞ്ഞതാണ്, പിന്നെ കെൽട്രോൺ. ഇത്രയും സ്ഥാപനങ്ങൾ, ഇതിനപ്പുറത്തേക്കുള്ള സ്ഥാപനങ്ങൾ ഇവിടെ നിൽക്കുന്നു. പിന്നെ ഖനനം, രാസവസ്തുക്കൾ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ്, ട്രാവൻകൂർ കൊച്ചിൻ കെമിക്കൽസ് ലിമിറ്റഡ്, ട്രാവൻകൂർ ടൈറ്റാനിയം പ്രൊഡക്ട്സ് ലിമിറ്റഡ്, മലബാർ സിമെന്റ്സ് ലിമിറ്റഡ്, ഇന്ത്യ കേരള സിറാമിക്സ് ലിമിറ്റഡ്. ഇങ്ങനെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ എന്തുകൊണ്ടാണ് നഷ്ടത്തിലോടുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് കൃത്യമായൊരു പഠനം ഗവൺമെൻറ് നടത്തുകയും അതിനുള്ള പരിഹാര മാർഗം കണ്ടെത്തുകയും ചെയ്യേണ്ടത്. ഇപ്പോൾ കൃഷി, ഭക്ഷ്യമേഖല എടുത്ത് നോക്കുന്ന സമയത്ത് കേരള ആഗ്രോ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്, കേരള ഫീഡ്സ് ലിമിറ്റഡ്, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ്, കേരള സ്റ്റേറ്റ് വെയർ ഹൗസിംഗ് കോർപ്പറേഷൻ, കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ഇനി ഗതാഗതമായ ഇൻഫ്രാസ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് കേരള സ്റ്റേറ്റ് റോഡ് KSRTC, കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ്, കേരള ലാൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ്, കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ്. IT വ്യവസായത്തിലേക്ക് വരുന്ന കഴിയുമ്പോഴത്തേക്ക് ഇൻഫോ പാർക്ക്, കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് KTDC ഉണ്ട്, കേരള സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്, കേരള ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉണ്ട്. ഇങ്ങനെ എത്ര പിന്നെ ആരോഗ്യം ഫാർമസ്യൂട്ടിക്കൽസിലേക്ക് വന്നപ്പോഴത്തേക്ക് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ്, കേരള മെഡിക്കൽ സർവീസസ് ആൻഡ് കോർപ്പറേഷൻ ലിമിറ്റഡ്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പക്ക
പക്കയായിട്ട് മണ്ടത്തരമല്ലേ, മണ്ടത്തരം. കാര്യങ്ങൾ പഠിക്കാതെയായിരിക്കോ? ഒരു കാര്യവും പഠിക്കാതെ ഇരുന്നങ്ങോട്ട് വിളമ്പുമാണ്. ഇത് കേൾക്കാൻ വേണ്ടിയിട്ട് ഈ മലപ്പുറത്തുള്ള കുറെ ജമാഅത്തെ ഇസ്ലാമികളുടെ കുറെ മണ്ടന്മാരുമുണ്ട്. ഈ മണ്ടന്മാർ കെട്ടിപ്പൊക്കി വെച്ചേക്കുന്നതാണ്. നമുക്ക് വി ഡി സതീശനോട് വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വൈരാഗ്യമുണ്ടോ? വി ഡി സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത്. കേരളത്തിലെ ബിടെക് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ കേരളത്തിലെ MBA കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ജോലിയില്ല, അതൊരു യാഥാർത്ഥ്യമാണ്, ഉൾക്കൊള്ളുന്നു. പ്രൈവറ്റ് സെക്ടറിൽ ഒരുപാട് ജോലികളുണ്ട്. അതിനൊരു ഇപ്പോൾ ഓട്ടോമൊബൈൽ പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് കേരളത്തിൽ ജോലി ലഭിക്കണമെന്നുണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇപ്പൊ നമ്മുടെ ഈ ഓട്ടോമൊബൈൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ ജോലി ചെയ്യുന്ന എവിടെയാണ്? വി ഡി സതീശന് ഉത്തരവുണ്ടോ? എങ്കിൽ പറഞ്ഞു തരാം. കാരണം ഇപ്പോൾ അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പല ടാറ്റ പോലുള്ള കമ്പനികളുണ്ട്, കിയ മാതിരിയുള്ള കമ്പനികളുണ്ട്, ടൊയോട്ട മാതിരിയുള്ള കമ്പനികളുണ്ട്. ഇതിന്റെ എല്ലാം കേരളത്തിലെ സർവീസ് സ്റ്റേഷനുകളിലാണ് ഇവർ ജോലി നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓട്ടോമൊബൈൽ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾ കുറച്ച് അവിടെയൊക്കെ നല്ല കാലിബർ ഉള്ള കുട്ടികളാണെങ്കിൽ ഈ കമ്പനികളുടെയൊക്കെ മാനുഫാക്ചറിങ് യൂണിറ്റുകളിലാണ് അവർ ജോലി ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വി ഡി സതീശൻ ഇപ്പൊ മെക്കാനിക്കൽ എഞ്ചിനീയർമാർക്ക് കൂടുതൽ അവസരങ്ങൾ കേരളത്തിൽ നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് എന്താണ്? ഒരു കാർ നിർമ്മാണ കമ്പനി അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ നിർമ്മാണ കമ്പനിയെ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. കാരണം കേരളം തന്നെ സ്വന്തമായിട്ട് എനിക്കൊന്ന് EP ജയരാജന്റെ കാലഘട്ടത്തിലൊന്ന് ഇലക്ട്രിക് ഓട്ടോ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയുള്ള പുതിയ കണ്ടുപിടുത്തങ്ങൾ നമ്മുടെ കോളേജുകൾ കേന്ദ്രീകരിച്ച് ഇവർ നടത്തുന്ന പ്രൊജക്ട്, ഇപ്പം ബിടെക്കിന്റെ പ്രൊജക്ട് എന്ന് പറഞ്ഞാൽ വെറും കോപ്പി പേസ്റ്റ് ആണ്. അത് വിദ്യാഭ്യാസ മന്ത്രി അത് ഐഡന്റിഫൈ ചെയ്തിട്ട് ഈ കോപ്പി പേസ്റ്റ് പ്രൊജക്ടുകളെ അക്സെപ്റ്റ് ചെയ്യാതെ കൃത്യമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് വേണ്ട പരിശീലനം വിദ്യാർത്ഥികൾക്ക് നൽകണം. അതിന് വേണ്ടിയിട്ടുള്ള മോട്ടിവേഷനാണ് വിദ്യാർത്ഥികൾക്ക് നൽകേണ്ടത്. മറിച്ച് ഇവിടെ വന്നിട്ട് വാചക കസർത്ത് അടിച്ചിട്ട് വല്ല കാര്യമുണ്ടോ? കാരണം കേരളത്തിലെ ഏത് പൊതുമേഖലാ സ്ഥാപനങ്ങളിലാണ് ഇതിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഉള്ളതിൽ കൂടുതലായിട്ട് ആളുകളെ നിയമിക്കാൻ വേണ്ടി സാധിക്കുമോ? കാരണം AI കാലഘട്ടത്തിൽ ഈ എംപ്ലോയ്മെന്റ് വളരെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. ആ സാഹചര്യത്തിലാണ് പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനുണ്ട്. ഈ പൊതുമേഖലാ സ്ഥാപനത്തെ സ്വകാര്യവൽക്കരിക്കുന്നതുകൊണ്ട് എന്താണ് വി ഡി സതീശൻ ലക്ഷ്യം വെക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അത് ഇവിടുത്തെ ചില കുത്തക മുതലാളിമാരുമായിട്ട് ചേർന്ന് എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും അനേകം ഏക്കർ സ്ഥലങ്ങളുണ്ട്. ഈ സ്ഥലങ്ങളുടെ മേൽ കണ്ണു നട്ടുകൊണ്ടാണ് ഈ പ്രൈവറ്റൈസേഷനെ കുറിച്ച് നമ്മുടെ മുഖ്യമന്ത്രി സംസാരിക്കുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുവേണ്ടി പഴിചാരുന്ന ആരെയാണ്? ഇവിടുത്തെ ബിടെക് കഴിഞ്ഞിറങ്ങിയ കുട്ടികൾക്ക് ഇവിടെ ജോലി ലഭിക്കുന്നുണ്ട്. ഇൻഫോ പാർക്ക് പിന്നെ എന്താ, തേങ്ങാക്കൊലയാണോ? ഇൻഫോ പാർക്ക് പിന്നെ എന്താണ്? അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്തുള്ള ടെക്നോ പാർക്ക് എന്താണ്? സൈബർ പാർക്ക് എന്താണ്? ഇതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ ഏതെങ്കിലും ഒരു മണ്ട ശിരോമണി ആയിട്ടുള്ള ഒരു പ്രാഞ്ചിയേട്ടൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും. അത് കേട്ട് വന്നിരുന്നിട്ട് കയ്യും കാലും എടുത്തിരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ അത് ഈ നാടിന്റെ വികസനമാകുമോ? ഈ നാട്ടിലെ കുറെ ചെറുപ്പക്കാരെ ഇങ്ങനെ പറ്റിക്കാം എന്നുള്ളതല്ലാണ്ട് ഇതിൽ നിന്ന് വേറെ എന്തെങ്കിലും കിട്ടുമോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഇതേ രീതിയിൽ പറഞ്ഞ രീതിയിൽ ഇദ്ദേഹം സ്വകാര്യവൽക്കരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം അതിനുശേഷം ചോദിക്കുന്ന ചോദ്യമുണ്ട്. ആ ചോദ്യം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഏതെങ്കിലും പൊതുമേഖലാ സ്ഥാപനം വിൽക്കുന്നതിന് തുടക്കം കുറിക്കുകയാണ് നിങ്ങൾ. കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആദ്യ ശ്രമമാണ് ഇന്നലത്തെ ഈ പത്രസമ്മേളനത്തിലൂടെ ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ചെറുപ്പക്കാർക്ക് ബിടെക് കഴിഞ്ഞിറക്കുന്ന കുട്ടികൾക്ക് ജോലി വേണമെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പൊതുമേഖലാ സ്ഥാപനങ്ങളൊന്നും സ്വകാര്യവൽക്കരിക്കേണ്ടതില്ല. സ്മാർട്ട് സിറ്റി ഏറ്റെടുത്ത് നടത്തട്ടെ. സ്മാർട്ട് സിറ്റിയുടെ പ്രവർത്തനങ്ങൾ എവിടെ വരെയായെന്ന് പരിശോധിക്കട്ടെ. അവിടെ കുറേയധികം കമ്പനികളെ കൊണ്ടുവരൂ, വിദേശ കമ്പനികളെ കൊണ്ടുപോവാ. വിദേശ കമ്പനികളെ കൊണ്ടുവന്നിട്ട് നമ്മുടെ ബിടെക് പഠിച്ച എഞ്ചിനീയർമാർക്ക് ജോലി കൊടുക്ക്. അതല്ലേ ചെയ്യേണ്ടത്. അതല്ലാതെ മറിച്ച് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ലാതെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് ഇവിടെ ജോലിയുണ്ടോ? ആർക്കിടെക്ട് പഠിച്ചവർക്ക് ജോലിയുണ്ടോ? സിവിൽ എഞ്ചിനീയർമാർക്ക് ജോലിയുണ്ടോ? കാരണം സിവിൽ എഞ്ചിനീയർമാരൊന്നും ഇവിടെ ജോലി ചെയ്യുന്നില്ലേ. കേരളത്തിൽ യാതൊരുവിധ കാൽക്കുലേഷനും ഇല്ലാണ്ട് കാസർഗോഡ് തുടങ്ങി തിരുവനന്തപുരം വരെ സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് വിറ്റ് കാശാക്കിയതാരാണ്? സ്വകാര്യ എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിച്ച് പൈസ ഉണ്ടാക്കിയതാരാണ്? UDF സർക്കാരിന്റെ കാലഘട്ടത്തിലല്ലേ? വരാൻ പോകുന്ന പോപ്പുലേഷനെ കുറിച്ചോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന് പുറത്തു നിന്ന് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ചിന്തിക്കാതെ ഇവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ വേണമല്ലോ. ഇപ്പൊ കേരളത്തിലെ പല എഞ്ചിനീയറിംഗ് കോളേജ് ഇരിക്കുന്നത് എവിടെയാണ്? കുഗ്രാമങ്ങളിലാണ് ഇരിക്കുന്നത്. അവിടെ ആവശ്യത്തിന് ഹോസ്റ്റൽ ഫെസിലിറ്റി ഇല്ല, ആവശ്യത്തിന് ലാബ് ഫെസിലിറ്റി ഇല്ല. ഈ വിദ്യാഭ്യാസ വകുപ്പിന് ധൈര്യമുണ്ടോ ഈ കോളേജുകളിലൊക്കെ പോയിട്ട് പരിശോധന നടത്തിയിട്ട് വേണ്ടത്ര അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത കോളേജുകളൊക്കെ അടച്ചുപൂട്ടിക്കളയാനായിട്ട്? വേറൊരു വസ്തുത കൂടിയുണ്ട്. പല ഈ കോളേജ് മാനേജ്മെന്റും ആത്മഹത്യയുടെ വക്കിൽ കൂടെ നിൽക്കുന്നുണ്ട്. കാരണം ഈ അന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അനുവദിക്കുന്നു എന്തോ വലിയ സംഭവമാണെന്ന് കരുതിയിട്ടാണ് കോടിക്കണക്കിന് രൂപ കൈക്കൂലി മന്ത്രിമാർക്ക് അന്നത്തെ UDF സർക്കാരിന് കൊടുത്തിട്ടാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് വന്നത്. അന്ന് കള്ളു കച്ചവടക്കാർ തുടങ്ങി എല്ലാവരും എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ട് ആ എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ടാക്കിയിട്ട് എന്താ സംഭവിച്ചത്? പിന്നീട് വേണ്ടത്ര വിദ്യാർത്ഥികളെ ലഭിക്കാത്ത അവസ്ഥ വന്നു, വേണ്ടത്ര ഫാക്കൽറ്റീസിനെ ലഭിക്കാത്ത അവസ്ഥ വന്നു. ഇതല്ലേ സംഭവിച്ചത്?
നമ്മുടെ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ വേണ്ടത്ര ഫാക്കൽറ്റി ഉണ്ടോ? എന്തുകൊണ്ടാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്? ബിടെക് പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി കിട്ടാതെ പോകുന്നത്? ഒന്നാമത്തെ കാര്യം, അവരുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ കറക്റ്റ് ആയിരിക്കില്ല. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല ഫാക്കൽറ്റീസ് അല്ല അവർക്ക് ട്രെയിനിങ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഇപ്പോഴും ഇദ്ദേഹത്തോട് നിർദ്ദേശിക്കുകയാണ്, നിങ്ങൾ കുറച്ചുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിലെ ഒരു റാൻഡംലി ഒരു കുറച്ച് എഞ്ചിനീയറിംഗ് കോളേജുകൾ കാണാൻ വേണ്ടി പോവുക. അതിനുശേഷം താങ്കളുടെ തന്നെ സുഹൃത്താണ്, താങ്കൾ ഒരുപാട് പ്രാവശ്യം പോയിട്ടുള്ളതാണ് ജെയിൻ യൂണിവേഴ്സിറ്റി. ആ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസിൽ പോയിട്ട് അവിടെ എങ്ങനെയാണ് അവർ പരിശീലനം കൊടുക്കുന്നതെന്ന് നോക്കുക. അവിടുത്തെ ഫാക്കൽറ്റീസിൻ്റെ ഒക്കെ ഒരു കപ്പാസിറ്റി നോക്കുക. ആ ഒരു കപ്പാസിറ്റിയും നമ്മുടെ ഇവിടുത്തെ ഈ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ മാനേജ്മെന്റ് കോളേജുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരുടെ ഒരു ക്വാളിഫിക്കേഷൻ ഒന്ന് താരതമ്യം ചെയ്ത് നോക്ക്. അപ്പോൾ മനസ്സിലാകും അതിന്റെ വ്യത്യാസം എന്താണെന്ന്. കാരണം പഠിച്ചിറങ്ങുന്ന ഫൈനൽ ഇയർ വിദ്യാർത്ഥികളെ കൊണ്ട് ഫസ്റ്റ് ഇയർ പഠിപ്പിക്കുന്നു. ബിടെക്കിൽ ചെയ്യുന്ന കാര്യങ്ങളാണ്, ബിടെക് കോളേജുകളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. MBA സെക്കൻഡ് ഇയർ പഠിക്കുന്ന ആളെ ഫസ്റ്റ് ഇയർ പഠിക്കുന്ന ആളെ കൊണ്ട് ഫസ്റ്റ് ഇയർ വരെ പഠിപ്പിക്കുന്നു. ഇതൊക്കെയല്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. ഇതൊക്കെ കണ്ടറിഞ്ഞിട്ട് വേണ്ടേ ഇതിനൊക്കെയല്ല ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് മുഖ്യമന്ത്രി. അതിന് പകരമായിട്ട് ഇവിടെ പഠിച്ചിറങ്ങുന്ന ബിടെക് വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ ഒരു എംപ്ലോയർ ഇവിടെ ഇപ്പോൾ ഈ നമ്മുടെ ടെക്നോ പാർക്കിലേക്കും ഇൻഫോ പാർക്കിലേക്കും ചൊല്ലൂ, എത്ര ശതമാനം മലയാളികളോട് ജോലി ചെയ്യുന്നുണ്ട്? ഒരു 30-40% താഴെ മാത്രമാണ് മലയാളികൾ ജോലി ചെയ്യുന്നത്. ബാക്കിയെല്ലാം അന്യ സംസ്ഥാന തൊഴിലാളികളാണ് ഇവിടെ നിന്ന് ജോലി ചെയ്യുന്നത്. എന്താണ് വി ഡി സതീശൻ മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ചൊന്നും പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടില്ലെങ്കിൽ പഠിച്ച ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക. അതല്ലാതെ ഇവിടെ വന്നിരുന്നുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് നമ്മൾക്ക് ഈ കണ്ടന്റ് എന്ന് ചെയ്യാൻ വേണ്ടി തന്നെ തീരുമാനിച്ചതിന് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹം പൊതുമേഖലാ സ്ഥാപനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് കേരളത്തിന്റെ പൊതുബോധത്തെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അതായത് ഈ പറയുന്ന നമ്മുടെ കടലോര മേഖല മുഴുവൻ ഏതോ ഒരു കോർപ്പറേറ്റ് കമ്പനിക്ക് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഈ മണ്ണെണ്ണയുടെ സബ്സിഡി 75 രൂപയാക്കി കൊടുത്തു. അതുകൂടാതെ തന്നെ അവർക്ക് ഈ മീൻ പിടിക്കാൻ പോകാത്ത ദിവസങ്ങളിലെ കൂലി നൽകുന്നതിനെ കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പുള്ളി പോകുന്ന സമയത്ത്, കാരണം ഇങ്ങനെ വറ്റിട്ട് കൊടുത്ത് ഈ എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? കേരളത്തെ മുഴുവൻ വിറ്റുതുളയ്ക്കാൻ വേണ്ടിയിട്ടുള്ള നീക്കത്തിന് തുടക്കം കുറിക്കുകയാണോ? ശക്തമായ എതിർപ്പുകൾ പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരത്തില്ലേ? ഈ പൊതുസമൂഹത്തിന്റെ ഒരു പൊതുബോധത്തെ അല്ലെങ്കിൽ കാരണം ഇദ്ദേഹം വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇദ്ദേഹം മാത്രമാണ് ഒരു എൻസൈക്ലോപീഡിയ, ബാക്കി കേരളത്തിലുള്ളവരെല്ലാം മണ്ടന്മാരാണെന്ന് ആണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഗൂഗിളിനകത്തിരുന്നു കൊണ്ട് സെർച്ച് ചെയ്യുന്ന കുറെ പ്രൊഫസർമാരും കുറെ ഉപദേശകരും ഇദ്ദേഹത്തിനുണ്ട്. അവരെ എടുത്തുണ്ടല്ലോ അറബിക്കടലിൽ എറിയണം. KM ഷാജിയുടെ പദം എടുത്ത് പറയുകയാണ്. ഈ ഗൂഗിളിൽ നോക്കി ഇദ്ദേഹത്തെ ഉപദേശിക്കുന്ന ലോകം കാണാത്ത കുറെ വിവരദോഷികളായിട്ടുള്ള ചില ഉപദേശികൾ നമ്മുടെ മുഖ്യമന്ത്രിക്കുണ്ട്. അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് എന്താ വിചാരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഇദ്ദേഹത്തെ അവരെ കൊണ്ട് പുകഴ്ത്തും. താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്, താങ്കൾ വളരെ വലിയ ഒരു വീക്ഷണമുള്ള ആളാണ്, നിലപാടുള്ള ആളാണ്. ആള് സ്വയം പൊങ്ങും. അതിനുശേഷം വന്നിരുന്ന് ഇതേപോലത്തെ വിഡ്ഢിതരം വിളിച്ചു പോകും. ഇതുപോലത്തെ വിഡ്ഢിതരം വിളിച്ചു പോകുന്ന സമയത്ത് അവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു മാധ്യമ പ്രവർത്തകന് എണീറ്റ് ചോദിക്കാൻ പാടുണ്ടായിരുന്നില്ലേ, ഇൻഫോ പാർക്കിൽ എത്ര ആളുകൾ ജോലി ചെയ്യുന്നു? ഇൻഫോ പാർക്കിൽ ഇപ്പോഴും സ്പേസുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ടല്ലോ. ബിൽഡിംഗ് കെട്ടിയിട്ട് അവിടെ സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നുണ്ടല്ലോ. എന്തുകൊണ്ടാണ് അവിടെ പുതിയ കമ്പനിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ സർക്കാരിന് സാധിക്കാതിരുന്നത്? ഈ സർക്കാർ തൻ്റെ ഇടപെടും അത് ഏറ്റെടുക്കട്ടെ. അതോടൊപ്പം തന്നെ സ്മാർട്ട് സിറ്റിയുടെ അവസ്ഥ എന്താണ്? ഈ സ്മാർട്ട് സിറ്റിയിൽ പുതിയ കമ്പനികളെ കൊണ്ടുപോവാ. കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ, അതിനകത്ത് പ്രവർത്തിക്കുന്ന കമ്പനികൾ വേണം. ആ പ്രവർത്തിക്കുന്ന കമ്പനികൾ ഉണ്ടായാൽ മാത്രമേ ഇവിടെ ആളുകൾക്ക് ജോലി ലഭിക്കുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോകാതെ ഇവിടെ ആളുകളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് താൻ വലിയ ഒരു വികസന നായകനാണ്, താൻ ഈ കേരളത്തെ മുഴുവൻ രക്ഷിക്കാൻ വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് എന്നുള്ള രീതിയിലുള്ളൊരു പ്രചരണം നടത്തി കയ്യടി വാങ്ങിയിട്ട് കാര്യമില്ല. 6 മാസം അല്ലെങ്കിൽ 1 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോഴത്തേക്ക് കേരളത്തിലെ പൊതുസമൂഹം താങ്കൾ പറഞ്ഞുകൊണ്ടിരുന്നത് മൊത്തം മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളുമാണ് എന്ന് ഇവിടെ വിളിച്ചു പറയും. അന്ന് കേരളത്തിന്റെ ഒരു മുഖ്യമന്ത്രി അപമാനിതനായിട്ട് ഇറങ്ങിപ്പോകുന്നത് കാണാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. കാരണം കേരളത്തിന്റെ ഒരു പൊതുബോധത്തെ എത്ര ദിവസം മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? എത്ര ദിവസം ഇതേ രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും? അതുകൊണ്ട് കേരളത്തിലെ ബിടെക്കിന്റെ കോഴ്സിന്റെ ക്വാളിറ്റിയാണ് ആദ്യം നന്നാക്കേണ്ടത്. അതിനുശേഷം അവർക്ക് കൃത്യമായിട്ടുള്ള ലാംഗ്വേജ് ട്രെയിനിങ് കൊടുക്കണം, സ്കിൽ ഡെവലപ്മെന്റ് കൊടുക്കണം. ഇതൊക്കെയാണ് ചെയ്യേണ്ടത്. ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വിദഗ്ധ സമിതിയെ വെക്കുക. ആ വിദഗ്ധ സമിതിയോട് 1 മാസത്തിനുള്ള റിപ്പോർട്ട് തരാൻ വേണ്ടി പറയൂ. കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് അടച്ചു പൂട്ടപ്പെടണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പരിശോധിക്കൂ. കേരളത്തിലെ എഞ്ചിനീയറിംഗ് കോളേജുകളിലും മാനേജ്മെന്റ് കോളേജുകളിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഉള്ളത് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പരിശോധിക്കൂ. മുഖ്യമന്ത്രി ഇനിയെങ്കിലും കാര്യങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കുക. നിങ്ങളോട് കേരളത്തിന്റെ മുഖ്യമന്ത്രി നമ്മുടെ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പക്ഷെ കേരളത്തിന്റെ മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നിരുന്ന് പച്ചക്കള്ളം വിളിച്ചു പറയുമ്പോൾ അല്ലെങ്കിൽ കേരളത്തിന്റെ പൊതുബോധത്തെ ചോദ്യം ചെയ്യുന്നത് കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിഷമമുണ്ട്, സങ്കടമുണ്ട് മുഖ്യമന്ത്രി. ഇത്ര മാത്രമേ തൽക്കാലം പറയാനുള്ളൂ.